ഞാൻ കർത്താവിനെ എപ്പോഴും വാഴ്ത്തും. തൻ്റെ സ്തുതികൾ എല്ലാ സമയത്തും എൻ്റെ വായിൽ ഉണ്ടായിരിക്കും. 34-ാം സങ്കീർത്തനം 1-ാമത്തെ തിരുവചനം. ദൈവഭക്തിയുള്ള ഒരു മനുഷ്യൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ഈ വചനം. കർത്താവിനെ ഞാൻ എപ്പോഴും വാഴ്ത്തും. അത് ഇടതടവില്ലാതെ ചെയ്യേണ്ടതായ ആരാധനയാണ്. കാരണം ആ ദൈവം എനിക്ക് നല്ലവനാണ്. തൻ്റെ സ്തുതികൾ എല്ലാ സമയത്തും എൻ്റെ വായിലുണ്ടായിരിക്കുമെന്ന് സങ്കീർത്തകൻ തുടർന്ന് പറയുന്നു. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. സദാസമയത്തും ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കണമെന്ന് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾ ജീവിതത്തിൽ എല്ലാ സമയത്തും ദൈവത്തിന് സ്തുതി കരേറ്റണം. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിനുള്ള ആരാധനയായി മാറണം. എൻ്റെ നടപ്പും എൻ്റെ ചെയ്തികളുമെല്ലാം ദൈവത്തിനുള്ള സ്തോത്രമായി മാറണം. എൻ്റെ ജീവിതം ഉടനീളം ദൈവത്തിന് ആരാധനയായി കരേറ്റണം. ദൈവഹിതമല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തണം. ഇവിടെ നമുക്ക് ഒരുപക്ഷെ ലോകപ്രകാരം ഒരുപാട് പരിമിതികൾ നേരിടേണ്ടി വരുന്നു. ലോകത്തിൻ്റെ ചുറ്റുപാടുകളിൽ ഒരുപാട് ആസ്വാദനങ്ങൾ നമുക്ക് വേണ്ടി തുറന്നു വയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിലൂടെ ദൈവനാമ മഹത്വത്തിനായി മാത്രം ചിന്തിക്കുകയും നടക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കുക എന്നുള്ളതാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. അത് ക്ലേശകരമെങ്കിലും അനുഗ്രഹകരമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പറയക്കരയച്ചൻ.